എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ പ്രതാപനാണെങ്കിൽ എല്ലാവരോടും യാത്രയൊക്കെ കണ്ണൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ ഒരു ക്ഷമയില്ല കേൾക്കാനുള്ള. പ്രതാപൻ ആകപ്പാടെ അങ്ങ് തകർന്നു. എന്നിട്ട് പ്രതാപൻ പറയുവാണ്, ഞാൻ എന്താണെങ്കിലും പോവാ, കരുണേ മോളെ, നീ ഒന്നും ഇനിയും കണ്ണനെയോ ലക്ഷ്മിയോ പറയാൻ നിൽക്കല്ലേ. ഒന്നുമല്ലല്ലോ, നിന്റെ ചേട്ടനല്ലേ, ഈ വീട്ടിലെ ഏറ്റവും മൂത്തയാളല്ലേ കണ്ണൻ. അതുകൊണ്ട് കണ്ണനെതിരെ നീ ഒന്നും പറയാൻ നിൽക്കല്ലേ, നേരെ നിന്ന് പറയല്ലേ ഒന്നും. കണ്ണൻ പറയുന്നത് നീ കേട്ടോണ്ടിരിക്കാൻ മാത്രമേ ചെയ്യാവുള്ളേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ കരുണ കളിയാക്കുവാണ്. അതെങ്ങനെ അച്ഛാ ശരിയാവുന്നത്? നമ്മൾ തമ്മിൽ എങ്ങനെ നേരെ നിന്ന് സംസാരിക്കും? പുള്ളി വീൽ ചെയറിലല്ലേ, ഒരിക്കലും എന്റെ ഹൈറ്റിനൊപ്പം എത്താൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുവാണ്. ഇത് കേട്ടത് ലക്ഷ്മി പറയുവാണ്, ചേച്ചിയെ പട്ടടയ്ക്ക് വെക്കാൻ വേണ്ടി കാത്തിരുന്ന അനിയത്തിയില്ലേ നീ, നിന്റെ മനസ്സിന്റെ വിശാലതയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണേലും എന്റെ കണ്ണേട്ടനേക്കാൾ കൂടുതൽ വൈകല്യം നിനക്കാ. നിന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്റെ കണ്ണേട്ടന്റെ യാതൊരു വൈകല്യവും ഇല്ല, മനസ്സ് നല്ലതാന്ന് പറയുക. അപ്പോഴത്തേനും കരുണയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തില്ല. കരുണ അപ്പൊ തന്നെ രണ്ടുപേരെയും കൂടെ വന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് കരുണ അങ്ങ് തുള്ളിച്ച് കയറിപ്പോയി. അങ്ങനെ പ്രതാപൻ ഇറങ്ങി പോകുമ്പോഴത്തേനും മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് പറയുവാണ്, ഒരു നിമിഷം ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പ്രതാപനെ പുറകെ പോയി വിളിക്കുകയാണ്. നിങ്ങളൊന്ന് നിന്നേന്ന് പറയുക. പ്രതാപൻ അപ്പം തിരിഞ്ഞു നോക്കുവാണ്. എന്നിട്ട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് എത്ര നാളായിട്ട് വാമദേവനെ അറിയാമെന്ന് ചോദിക്കുക. അപ്പൊ പറയുന്നുണ്ട്, എനിക്കിപ്പൊ ഈ അടുത്ത് നിങ്ങളുടെ കല്യാണത്തോടു കൂടി ഇല്ലേ അറിയാവുന്നതെന്ന് ചോദിക്കുക. അതല്ല, ഈ കല്യാണം വന്നതും ഇതിനു മുമ്പൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. എനിക്കതിൽ ഡൗട്ടുണ്ട്. വാമദേവനും നിങ്ങളും തമ്മിൽ നല്ല പരിചയമുള്ള ഡൗട്ട് ഉണ്ടെന്ന് പറയുവാണ്. അപ്പം പ്രതാപനാണെങ്കിൽ അത് നിരസിക്കുവാണ്. എന്നിട്ട് പറയുവാണ്, നിങ്ങൾക്കറിയാവോ അന്നൊരു ആക്സിഡന്റ് നടന്നത്? ഒരു കോരിച്ചൊരുന്ന മഴയത്ത് ആക്സിഡന്റ് ഉണ്ടായി, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവോ? ആ മഴയത്ത് ആരാ മരിച്ചെന്നൊക്കെ അറിയാവോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പ്രതാപനാണെങ്കിൽ ഞെട്ടുവാണ്. പ്രതാപൻ പറയും, എനിക്കറിയത്തില്ല ആരാന്ന്, അത് അന്ന് കഴിഞ്ഞതല്ലേ എന്ന് പറയുക. അപ്പൊ പറയുവാണ്, 5 വയസ്സുകാരായി എനിക്ക് എല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾക്കറിയാവോ, ആ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം അവരെ തപ്പി ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഒരു അച്ഛനും മോനുമായിരുന്നു. അച്ഛൻ മരിക്കുകയും ചെയ്തു, മോനാണെങ്കിൽ ICUയിലുമായിരുന്നു. നിങ്ങൾക്കറിയാവോ അത് ആരായിരുന്നു അറിയാവോ എന്ന് ചോദിക്കുക. പ്രതാപനാണെങ്കിൽ നിന്നങ്ങ് വേർക്കുവാണ്. അപ്പൊ എന്നിട്ട് പറയുവാണ്, ആ ബൈക്ക് ഓടിച്ചത് വിശ്വനാഥൻ എന്ന് പറഞ്ഞ എന്റെ കണ്ണേട്ടന്റെ അച്ഛനും ആ പയ്യൻ 12 വയസ്സുകാരൻ എന്റെ കണ്ണേട്ടനും ആയിരുന്നു എന്ന് പറയുവാണ് മഹാലക്ഷ്മി. എന്നിട്ട് പറയുവാണ്, ആ വെള്ള പൊതിപ്പിച്ച് കിടന്നതാണ് കണ്ണേട്ടന്റെ അച്ഛൻ. എന്റെ കണ്ണേട്ടനെ വീൽ ചെയറിലാക്കിയതും എന്റെ ഭർത്താവിന്റെ അച്ഛനെ കൊന്നതും നിങ്ങളാണെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഇതിന്റെ പുറകിൽ വാമദേവനും ഉണ്ടോന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്ന് പറയുവാണ്. എന്നിട്ട് പറയുവാണ്, അപ്പൊ പ്രതാപൻ പറയുന്നുണ്ട്, ലക്ഷ്മി നീ എന്തോ ഈ പറയുന്നേ? എനിക്കിതൊന്നും യാതൊരു അറിവുമില്ല, ഇതൊക്കെ ആരാന്നുള്ളത് എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുവാണ്, നിങ്ങളും വാമദേവനും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്, ഇതിന്റെ പുറകിൽ അയാളുണ്ടെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, എന്നെയും കണ്ണേട്ടനെയും നശിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാശം കണ്ടിട്ട് ഞാൻ അടങ്ങത്തുള്ളൂ എന്ന് പറയുവാണ്. അങ്ങനെ വാൺ ചെയ്തിട്ട് ലക്ഷ്മി ആണെങ്കിൽ കയറി പോവാണ്. പ്രതാപനാണെങ്കിൽ ലക്ഷ്മി ഇങ്ങനെ ഓട്ടക്കണ്ടിട്ട് നോക്കുന്നുണ്ട്. ലക്ഷ്മി നല്ല കലിപ്പിലാണ്. അങ്ങനെ കയറി പോവാണ്. എന്നിട്ട് പ്രതാപൻ നേരെ വന്നത് വാമദേവനെ കാണാനാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വാമദേവൻ ഉപദേശിക്കുവാണ്, ഇനി നമ്മൾ അധികം കളിക്കാൻ പോവരുത് പ്രതാപ, അവക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പൊ പ്രതാപൻ പറയുക, അവക്ക് എല്ലാ ആക്സിഡന്റും കാര്യങ്ങളും എല്ലാം നല്ല വ്യക്തമായിട്ട് അവക്ക് അറിയാം. അതുകൊണ്ട് നമുക്കിനി അവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുക. അപ്പം വാമദേവൻ ഉപദേശിക്കുന്നുണ്ട്, തൽക്കാലം നീ ഇനിയും നമ്മുടെ ലക്ഷ്മിയെ ഉപദ്രവിക്കാനോ ചൊടിപ്പിക്കാനോ പോവല്ല്. എന്താണല്ലോ അവള് കണ്ണനോട് കാര്യങ്ങളൊന്നും പറഞ്ഞു കാണത്തില്ല എന്ന് പറയുക പ്രതാപൻ. അപ്പൊ അതുകൊണ്ട് ഇനി ഒന്നും പറയണ്ട, നമുക്ക് ഈ ഒരു വഴി കിട്ടട്ടെ, നമുക്കൊരു അവസരം കാത്തിരിക്കാം നശിപ്പിക്കാൻ വേണ്ടി, ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യണ്ടെന്ന് പറയുക. അപ്പൊ പ്രതാപൻ പറയുവാണ്, എനിക്ക് എന്റെ മോളുടെ കാര്യം ഓർത്തിട്ടാ വിഷമം. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അവളോട് ഇങ്ങനെ ഇറങ്ങി പോരാൻ പറഞ്ഞില്ലെന്ന് പറയുക. അപ്പൊ വാമൻ പറയുവാണ്, അങ്ങനെ പറയല്ല, ഉണ്ണി നല്ലൊരു പയ്യനാണ്, അതുകൊണ്ട് ഉണ്ണിയെ കളയല്, അവിടെ പിടിച്ചു നിൽക്കാൻ പറയണം എന്ന് പറയുക. അപ്പൊ നമ്മൾ ഇനി എന്തോ ചെയ്യും വാമേട്ട, നമുക്ക് ഇവരെ നശിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ വാമൻ പറയുവാണ്, എന്തായാലും മേഘൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. തോമസ് വൈദ്യന്റെ അവിടെ ചികിത്സയ്ക്ക് പോകുമ്പോൾ അവിടെ കയറിയ കണ്ണനെ കൊന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കണ്ണൻ മരിച്ചു പോയാൽ പിന്നെ നമ്മളെ പിടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. മേഘനാണെങ്കിൽ ഭയങ്കര മേഘന്റെ കലിപ്പില് ആ ദേശത്തില് കണ്ണൻ മിക്കവാറും കത്തിത്തീരുമെന്നൊക്കെ പറയുവാണ് വാമദേവൻ. അങ്ങനെ മേഘൻ കൊടുക്കുമെന്ന് പറയുവാണ്. മേഘനാണെങ്കിൽ മേഘന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, കൂട്ടുകാരനോട് പറയുവാണ്, എങ്ങനെങ്കിലും നശിപ്പിക്കണം, ആ തോമസ് വൈദ്യന്റെ അവിടെ കയറിയിട്ട് ആരെങ്കിലും അറേഞ്ച് ചെയ്യണം നീ ഇവനെ കൊല്ലാൻ വേണ്ടി. പിന്നെ ലക്ഷ്മിയെ നമ്മൾ ചെറുതായിട്ട് കാണല്ലോ, ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളവളാന്ന് പറയുക.
അപ്പൊ കൂട്ടുകാരൻ പറയുക, അണ്ണ നമുക്ക് അങ്ങനെ ദൈവത്തിന്റെ ഒന്നും അനുഗ്രഹം ഇല്ലല്ലോ എന്ന് പറയുക. അപ്പൊ പ്രതാപൻ മേഘം പറയുവാണ്, എനിക്ക് ദൈവവിശ്വാസം ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അവളുള്ളത് കൊണ്ട് സൂക്ഷിക്കണം, അവൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളവളാ, അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ കയറി ഇവനെ വക വരുത്തണമെന്ന് പറയുക. അങ്ങനെ കൂട്ടുകാരനെ സെറ്റാക്കിയിട്ട് നമുക്ക് കൊല്ലാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനക്കോട്ടായിട്ട് നിൽക്കുവാണ് മേഘന്. പിന്നെയാണെങ്കിൽ മഹാലക്ഷ്മി കണ്ണനോട് പറയുവാണ്, ലേഖ വിളിച്ചിട്ടുണ്ട് എവിടെയോ പോവാൻ വേണ്ടി, ലേഖയ്ക്ക് എന്തോ കാര്യം എന്നോട് പറയണമെന്നൊക്കെ പറയുക. അതിനു മുമ്പ് പറയുന്നുണ്ട്, സാഗറിനെ പോലുള്ള ഡ്രൈവറെ ഒന്നും വെക്കില്ലെന്ന് പറയുക. അപ്പൊ കണ്ണൻ പറയുക, സാഗർ ഇപ്പൊ ഈ ജില്ലയിൽ പോലും ഇല്ലാന്ന്. അപ്പൊ പറയുന്നുണ്ട്, നമ്മളുടെ ഇടയ്ക്ക് വേറെ ഒരാളെ ഇനിയും കൊണ്ടുവരല്ലേ കണ്ടിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താ ലേഖയ്ക്ക് ഇത്ര പറയാന്ന് കണ്ണൻ ചോദിക്കുക. അതെനിക്ക് അറിയത്തില്ല, നല്ല സീരിയസ് ആയിട്ട് എന്തോ പറയാനുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അമ്പലത്തിൽ പോട്ടെ, എന്നിട്ട് അവൾ എന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ എന്ന് പറയുക. അപ്പൊ തന്നെ കണ്ണന് മനസ്സിലായി മറ്റേ കുഞ്ഞുങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയാ ലേഖ വിളിപ്പിക്കുന്നതെന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താണേലും താന് ലേഖ പറയുന്നൊന്നും കേൾക്കണ്ട, അങ്ങനെ ആണെങ്കിലും തനിക്ക് തന്റെ അഭിപ്രായം പറയണം, അല്ലാതെ ലേഖ പറഞ്ഞൊന്നും ചെയ്യാൻ നിൽക്കില്ലെന്ന് പറയുക. അപ്പൊ മഹാലക്ഷ്മി ചോദിക്കുവാണ്, അപ്പൊ കണ്ണട്ടന് കാര്യങ്ങളൊക്കെ അറിയാവല്ലോ നേരത്തെ എന്ന്. അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങൾ എന്തായാലും പോയിട്ട് വാ, എന്നാലും തനിക്കൊരു സ്റ്റാൻഡ് എല്ലാത്തിനും വേണമെന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് ഇവരങ്ങോട്ട് മഹാലക്ഷ്മി പോയപ്പോഴത്തേന് അനന്തൂരെ വിളിച്ച് വാൺ ചെയ്യുവാണ്, കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ലേഖയോട് പറയില്ലെന്ന് നീ പറയണം, എന്തിനാ അതൊക്കെ ഇപ്പൊ പറയുന്നത്. അപ്പൊ അനന്തു പറയുവാണ്, ഞാൻ പറഞ്ഞൊന്നും ലേഖ കേൾക്കത്തില്ല, എന്തായാലും നല്ലൊരു കാര്യമല്ലേ ഒരു കുട്ടിയുടെ, എന്റെ ഭാര്യയ്ക്കാണെങ്കിൽ കുട്ടിയെ തലോടിക്കാൻ ഭയങ്കര കൊതിയാണ്, മഹാലക്ഷ്മിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു കുട്ടി വേണമെന്നൊക്കെ തോന്നും, അവര് പറയട്ടെ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞാൻ എന്തായാലും പറയാം, നീ ഇത്ര ടെൻഷൻ ഒന്നും അടിക്കണ്ടെന്ന് പറയുവാണ്. കണ്ണനാണെങ്കിൽ ടെൻഷനാക്കി ഫോൺ വെച്ചു. എന്താണെങ്കിലും അനന്തു പറയുന്നുണ്ട്, ലേഖ നമ്മൾ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, അവൾ ഒരു കാര്യം പറയാൻ തീരുമാനിച്ചാൽ അവൾ പറഞ്ഞിരിക്കും എന്ന് പറയുവാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ. അടുത്ത എപ്പിസോഡിന്റെ ഇത് കാണിച്ചിട്ടില്ല. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്